ഹലോ ഗൈസ് ഞങ്ങൾ ഇതൊരു കുക്കിംഗ് വീഡിയോ എടുക്കാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രാബ് ഫ്രൈയോ അല്ലെങ്കിൽ ക്രാബ് റോസ്റ്റ്. നമ്മളെന്തായാലും ക്രാബ് ബീഫ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പോയി, പക്ഷെ ബീഫ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ക്രാബ് വാങ്ങി. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളെന്നത് ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അടുക്കളയിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ ലൈറ്റ് കുറവാകും, പക്ഷെ എന്നാലും വെറുതെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെറുതെ ക്യാമറ ഒക്കെ വെച്ച് ഇടും എന്തെങ്കിലുമൊക്കെ. അപ്പം ഇവർ രണ്ടാളും ക്രാബ് ഇതുവരെ കഴിച്ചിട്ടില്ല. അത്ര കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് തിന്നാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ. ലൈറ്റ് ഇല്ല ഗൈസ്, പക്ഷെ എങ്ങനെയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കാണിക്കാം. ഞാനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അമ്മ നമ്മൾ വരുമ്പോഴേക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോമൺ സാധനങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാക്കാം. പക്ഷെ സമയം അത്യാവശ്യം ലേറ്റായി ഗൈസ്, അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. അതുകൊണ്ട് അവരൊക്കെ ചെറുതായിട്ട് ഫുഡ് ഒരു ഷവർമ്മ കഴിച്ച് വിശപ്പടക്കാൻ തീരുമാനിച്ചായിരുന്നു. ഉണ്ടായി വരുമ്പോഴേക്കും അത്യാവശ്യം ടൈമാവും. നമ്മൾ ക്രാബ് ഫ്രൈ ഓർ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചി എന്തോ ചിക്കൻ ഫ്രൈയോ എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഷവർമ്മ തട്ട് തുടങ്ങി. അപ്പം ഞങ്ങളൊന്ന് പോയി ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് അതിന് നമുക്ക് ക്രാബ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം. ഓക്കെ, ഇതൊക്കെയാണ് മസാലയ്ക്ക് വേണ്ടി സെറ്റാക്കി വെച്ച സാധനം. ഇത് സവോളയാണ്. അമ്മ സവോള ഉണ്ടാക്കി വെച്ചത്. ശരിക്കും ചെറുള്ളിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ രണ്ടാമത് ചെറുള്ളി നേരാക്കാനുള്ള മടി കാരണം സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ലേറ്റ് ആയില്ലേ, ഇത്രയൊന്നും വേണ്ട. ലാസ്റ്റ് മസാലയ്ക്കും കുറച്ച് വേണം. ഇതും ഈ 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ ഈ പെരിഞ്ചീരകവും എന്താണ് സാധനം കരുവേപ്പിൻ്റെ ഇലയും മല്ലിയിലും കൂടി ഇട്ടിട്ട് പിന്നെ കുരുമുളക് പച്ചക്കല്ല ബ്ലാക്ക് കുരുമുളക് അങ്ങനെ ഇടുന്നതാണ് കണ്ടത് വീഡിയോയിൽ. പക്ഷെ അതില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കും. എന്നിട്ട് അതാണ് ഇതിന് മസാല. അത് തേച്ച് വെക്കണം. ഞങ്ങൾ ഞണ്ട് ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ്. ഈ മസാല നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾക്ക് ചരച്ച് സെറ്റാക്കി. നമുക്കിത് ശ്രദ്ധിച്ച് മിക്സ് ആക്കാം, കാരണം നല്ല മുള്ളുണ്ട്. ഇങ്ങനെ കുറച്ച് അരഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അരച്ച് വന്നപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നു. സാരില്ല, കുറച്ച് ലൈമും വീണ്ടത് ആ താത്ത പറഞ്ഞിട്ടില്ല. ഞാൻ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തതാണ്, കാരണം ഒരു ടാസ്ക്. കാരണം ഇത് ഫുള്ള് മുള്ളാണ് കൈസ്. ഈ സാധനം കുത്തി നല്ല വേദന. ഇപ്പൊ പൊട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് കുത്തി നല്ല സുഖമുണ്ട്. അയ്യോ, ഈ മസാല ഫുള്ള് എടുക്കാൻ പറ്റില്ലായിരുന്നു. കുറച്ച് ലാസ്റ്റിക്ക് വേണമായിരുന്നു. സാരില്ല ഗൈസ്. ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് അരമണിക്കൂറൊക്കെ മസാലയൊക്കെ വെച്ചു. കണ്ടോ, ഇവിടെ തീരെ ലൈറ്റില്ല. പച്ച മസാലയാണ്. എക്സ്ട്രാ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അത് തലക്ക് വെട്ടിയല്ലേ വറക്കും. വേണ്ടായിട്ടും വറക്കും. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ മസാല ഉണ്ട്. നമുക്ക് എണ്ണ യൂസ് ചെയ്യാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. അധികമായിട്ട് മാറ്റി വെച്ച എണ്ണയാണ് ഗൈസ്. എണ്ണയ്ക്ക് നല്ല വിലയാണ്. നമ്മൾ പാകത്തിന് ഇടിക്കാൻ മതിയാവും. പിന്നെ ഒരു റൗണ്ടിൽ തീറ്റല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് മൊത്തം ഒരു റൗണ്ടിൽ പോകില്ല. 2 റൗണ്ടിലേക്കുള്ള തീറ്റ ഉണ്ടാവുമോ? ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ പോരെ. അങ്ങനെ ചെയ്യാല്ലേ. അവർ ഞങ്ങൾ കണ്ട വീഡിയോയിൽ നല്ല ഡീപ് ഫ്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇതാണ് ലേറ്റായി എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയുള്ള പ്രശ്നം. പിന്നെ ഫുള്ള് തട്ടിക്കൂട്ടോ. പിന്നെ അതങ്ങനെ മതി, ഇങ്ങനെ മതി. ഇപ്പൊ ചെറുള്ളി എടുത്തില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെയിൻ കാരണമായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആയി. അത് അടുത്ത പ്രശ്നം. ഫുൾ കുരുമുളക് നമുക്ക് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. നമ്മൾക്ക് ഉണ്ടാവില്ല. അവർ കടന്നു തുടങ്ങി. പിന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. അതങ്ങനെ റോസ്റ്റ് ചെയ്താൽ മതി. റോസ്റ്റ് വേണ്ട, എപ്പോഴും റോസ്റ്റ് ഉണ്ടാക്കാം. ഫ്രൈ കഴിഞ്ഞിട്ട് 100 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മാത്രം നൈസ് ഫ്രൈ ചെയ്തു. അങ്ങനെ പോകും. ഫ്രൈഡ് ആയിട്ടുണ്ട്. ഇനി ഈ എണ്ണയ്ക്ക് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ സവോള, അതിൽ എണ്ണ ഉണ്ട്. ഞാൻ കുറച്ച് ഒഴിക്കാം. അതിൻ്റെ മൊരിമൊരിയൊക്കെ ഉണ്ടായിട്ട് ഈ സവോളയും പിന്നെ ഒരു തക്കാളിയും ചെറുതാക്കി വെച്ചത് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ മസാല ആക്കിയില്ലേ, അതിൽ കുറച്ച് മസാല ബാക്കിയുണ്ട്. അതും ഇടണം. പച്ച മസാല മിക്സിയുടെ ചാറിൽ ചിക്കൻ ഫ്രൈ റെഡി ആയിരുന്നാലും ഞണ്ടിൻ്റെ പകുതി ആക്കിയായിരുന്നു. അവിടെ മണക്കുണ്ട്. ടേസ്റ്റിനോട് വിചാരിക്കാൻ സ്ഥലമില്ല. ഓർമ്മയില്ലത് ജനലിൻ്റെ മുളക് കഷ്ടപ്പെട്ട് വെച്ചിട്ടാണ് കൈ. അതാണ് പ്രശ്നം.
എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മീറ്റിന് കയ്യിലാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇതിക്ക് നമ്മള് ഇതിക്കിടല്ലേ മുളക് പൊടി മഞ്ഞപ്പൊടി വേറല്ല മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒന്ന് വാടിക്കോട്ടെ. എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഗൈസ്, ശരിയാവോന്നും അറിയില്ല. ആയില്ലെങ്കിലും കഴിക്കണം. പിന്നെ ഫസ്റ്റ് കഴിക്കണോണ്ട് ഇതാണ് ക്രാബ് എന്ന് പറഞ്ഞാൽ മതി എന്താണെങ്കിലും. കരുവേപ്പിന്റെ ഇടണം പകുതി പടം ഫ്രഷ്ലി ഫ്രം ഗാർഡൻ. ഞണ്ട് ഫ്രൈ കണ്ടിട്ട് രസമുണ്ട്. ഇതെന്താ അവസ്ഥ കൂട്ടിച്ചോ എണ്ണ ഉണ്ടല്ലോ. ഉപ്പിട്ടില്ല. ഇത് ഈ മസാല ഇത്തിക്ക് ബുദ്ധിണ്ട് അപ്പം കുറച്ചൊക്കെ വാടി പക്ഷെ സംഭവം തരുമോ നമ്മുടെ ക്രാബിന് നല്ല എരിവുണ്ട് മസാലയിൽ. കാരണം കുരുമുളക് വാരി തറിയിട്ടുണ്ട്, ആ ഉണ്ടമുളകും നല്ല എരിവുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്, അപ്പൊ നല്ല എരിവുണ്ടാവും. കളർ ഉണ്ടായിരിക്കും. പിങ്കല്ല, അതാണ് ക്രാബിന്റെ കളർ. ഈ ക്രാബ് എന്താ ബ്ലൂ കളർ ആയിരുന്നു, എണ്ണയിട്ടപ്പോ റെഡായി. അങ്ങനെ തന്നെ ആവാറ് എപ്പോഴും. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. സത്യം പറഞ്ഞാൽ ക്രാബ് ഫ്രൈ ആണ്, പക്ഷെ ആ സാധനത്തിന് ലാസ്റ്റ് ഇങ്ങനെ ഒരു പരിവർത്തിക്ക് ആക്കണുണ്ട്. എന്തിനാ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മളെന്താ അതുപോലെ ചെയ്തു. ആ താത്ത പക്ഷെ ഉണ്ടാക്കിയത് ഇങ്ങനെയുണ്ട്. എന്റെ റെസിപ്പി അത് ഉണ്ടാക്കിയതിൽ നിന്നും ഉൾട്ടേക്കാണ് ഞാൻ ഉണ്ടാക്കണം. അവര് ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലാസൊക്കെ ആഡ് ചെയ്തത് ഈ ഇതിന്റെ ഫ്രൈഡ് മസാലയാണ് ആഡ് ചെയ്തത്. ഞാനത് ഒരു ഗ്രീൻ മസാല ആക്കിയിട്ട് ഇതിന് അതൊക്കെ ആഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ മറന്നതാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ കുഴപ്പമില്ല. സാധാരണ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കില്ല. ഈ മസാലയിലാണ് ഈ സംഭവങ്ങളൊക്കെ അടങ്ങിയത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡ്രീം കേക്ക് ഉണ്ട് കായ്. ഞാൻ അതിനാണ് എക്സൈറ്റ്. ക്രാബ് ഞാൻ എക്സൈറ്റ് ഒന്നുമില്ല. ഡ്രീം കേക്ക് കുട്ടികളുടെ ടൈപ്പല്ല അല്ലേ, സോഫ്റ്റിലാണ് നല്ലത്. ഡ്രീം കേക്ക് നെസ്റ്റോന്ന് കണ്ടപ്പോൾ വാങ്ങിയത് ഭയങ്കര ഇതായിരുന്നല്ലോ. നെസ്റ്റോയുടെ ഡ്രീം കേക്ക് അടിപൊളി. ഇന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയും. ഉപ്പുണ്ടാവാൻ പെട്ടെന്ന് എണ്ണ ഞാൻ കിട്ടാം. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു എണ്ണക്കറിയായിരുന്നു. കാരണം ഇവിടെ തെങ്ങൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇല്ല. ഇവിടെ കുറച്ച് തരത്തിലാണ് ഞങ്ങളൊക്കെ തെങ്ങ് വെട്ടി. അപ്പൊ നമ്മളിപ്പോ എണ്ണ വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ചേച്ചി എന്നതൊക്കെ ഇപ്പൊ നമുക്ക് അമ്മമ്മയുടെ എണ്ണ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ വാങ്ങണം. അപ്പൊ എണ്ണയ്ക്ക് കുറച്ച് ക്ഷാമുണ്ട്. എന്നാലും കുറച്ചൊഴിക്കാം അല്ലേ, ടേസ്റ്റാണ് മുഖ്യം. ഒരു ചീരച്ചട്ടിയില്, ആ ചീരച്ചട്ടിയില്ലേ ഇതില് പകുതി എണ്ണ ഉണ്ടായിരുന്നു. അമ്മ നേരത്തെ എടുത്തപ്പോ അധികമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു. ഇതിനോട് പറഞ്ഞിട്ട് എടുക്കാൻ. ഇതിൽ ഇത്ര എണ്ണ ഉണ്ടായിരുന്നു, മൊത്തം തീർന്നു. നമ്മൾ എടുക്കുക. ഒരു എണ്ണയാണ് നമ്മുടെ ഉള്ളിൽ പോണത്. നല്ല ഈ മസാല പോലെ കായ ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്നും നോക്കി ആരും ഉണ്ടാക്കില്ല. ഇതിട്ടില്ല. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല. മല്ലിയില വാങ്ങിയിട്ട് പുതിനില എന്തിനോ ഞാൻ വാങ്ങി, എനിക്കറിയില്ല. ചീഞ്ഞ് കളയാൻ വേണ്ടി ഞാൻ വാങ്ങി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു സാധാരണ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ തോന്നും പുതിന ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. അങ്ങനെ തോന്നിയാലോ വിചാരിച്ചു ഞാൻ ഇന്ന് വാങ്ങി. പക്ഷെ ഇന്നൊന്നും തോന്നിയില്ല. എത്ര ആള് ഞാൻ ഇന്ന് ഞങ്ങൾ പുറത്തു പോയപ്പോ ഗൈസ്, ഇന്ന് ചാച്ചുവിന് സത്യം പറഞ്ഞാൽ ചാച്ചുവിന്റെ മുഖത്തൊക്കെ എന്തൊക്കെയോ തണുപ്പ് ഞാൻ പൊന്തി പെട്ടെന്ന്. അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പെരുന്തമണ്ണ പോയത്. കേക്ക് ഉണ്ടാവോ അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പെരുന്തമണ്ണ പോയത്. പക്ഷെ പെരുന്തമണ്ണ എത്തി ഡോക്ടറെ അടുത്ത് ക്യൂ നിന്ന് പകുതിയായപ്പോ ചാച്ചുവിന്റെ മുഖത്തത് പോയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിപ്പോ വെറുതെ വെറുതെ അവിടെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖമൊക്കെ നിങ്ങൾ കിട്ടിയാലോ, പിന്നെ വെറുതെ തിരക്കിന് ആ ക്യൂ നിൽക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കലാമിൻ ലോഷനും വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ട് ഞാൻ നിങ്ങളല്ലേ ഒന്നും ശരി, ഞാൻ മോയ്സ്ചറൈസർ പോലും ഇടാണ്ടാണ് ഞാൻ പോയത്. ഒരു ഉടുപ്പെടുത്തിട്ടു. അതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടിൻഡർ ആയിട്ടുള്ള ലിപ് ബാം ഇട്ടിരുന്നു അതിന് വേണ്ടിയിട്ട്. ആ കോലത്തിലാണ് പോയത്. പക്ഷെ ഇന്ന് കാണാത്ത മനുഷ്യന്മാരെ ഞാൻ എനിക്ക് അറിയണം 4 ആൾക്കാരെ കണ്ടു. ഞാൻ ആ വൃത്തികെട്ട കോലത്തിൽ ഞാൻ വിചാരിച്ചു. സാധാരണ ഇങ്ങനെ നല്ല ലിപ്സ്റ്റിക് ഒക്കെ കട്ടക്കിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോണ സമയത്ത് ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണില്ല. ഇങ്ങനെ പാപ്പരാസിയിട്ട് പോണ സമയത്ത് ആയാലും കാണും. ആദ്യമല്ല കുറെ വട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് കയറുമ്പോൾ വിചാരിച്ചു ഒരുങ്ങാണ്ടൊക്കെ വന്ന ദിവസം ആയതുകൊണ്ട് ആരെങ്കിലൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പറഞ്ഞ പോലെ കണ്ടു. ഞാൻ മുടിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ നിൽക്കണ അതിൽ ഉടുപ്പിട്ട് മുടി ഇങ്ങനെ കെട്ടിയില്ല. ഈ കെട്ടി ഇങ്ങനെ പോയി. ആ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ലിപ് ബാം വെച്ചിട്ട് വിഷമായി. കുഴപ്പമില്ല, നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങളൊക്കെ ഇടുന്ന വരുന്നേ
അപ്പൊ മതി, നമുക്ക് ക്രാബ് ഇടാം ഗൈസ്. ഇത് എന്തോ ഇത് കൊള്ളില്ലേ? കൊള്ളാടാ. പച്ചവടക്ക് കണ്ടിട്ട് പേടിയാവുണ്ടോ? ഐ തിങ്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല ഇസ് ലെസ് ഫോർ ദിസ് ഞണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇത് ആക്ച്വലി ഞണ്ട് ഫ്രൈ ആണ്. ഇതല്ല ഞണ്ട് റോസ്റ്റ് അല്ല. റോസ്റ്റിന് കുറേ ഉണ്ടാവും. ഇത് വെറുതെ ഒരു ഫ്രൈ. എന്താണോ കാണിക്കണേ? ഇതൊന്ന് മിക്സ് ആക്കട്ടെ ഞാൻ കഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ സംഭവം സെറ്റായി. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് കൂടി ഇളക്കൽ എളുപ്പമില്ലായിരുന്നു. നമ്മൾ എടുത്ത പാത്രം കുറച്ച് ചെറുതാണ്. ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് എല്ലാവരും കൂടെ ടേസ്റ്റ്. സംഭവം റെഡി ആയി. ഇനിയിപ്പോൾ പക്ഷെ ഇവർക്ക് രണ്ടാക്കും കഴിക്കാറില്ല. പാളിയം പഠിപ്പിച്ചെടുക്കാൻ പോവാണ്. പഠിപ്പിച്ചെടുക്കാം. ഇങ്ങനത്തെ പീസ് കടിച്ച് ചവച്ചോ അത് കുത്തും ഇതൊക്കെ ഒന്നുമില്ല. അച്ചുമണി അതൊക്കെ കഷ്ടപ്പെടണം. ഈ നുള്ളി പറിക്കാനൊക്കെ കിട്ടില്ല. കയ്യൊക്കെ നോക്കി പിടിക്കുക. വേറെ കടിക്കടി അങ്ങനെ തന്നെയാണേ. കടിച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ തുറന്നാ മതി. അതിന്റെ ഉള്ളിൽ കണ്ട മാംസം. അപ്പൊ മാംസം കിട്ടും. ആ മാംസം കഴിക്കാം. ഈ സാധനം ഒരു സീനും ഇല്ല. ഇത് മൊത്തം വരട്ട് ചവച്ചിട്ട് ലാസ്റ്റ് അതിന്റെ ആ ഷെൽസ് മൊത്തം തുപ്പിയാ മതി. ഇത് എത്ര നന്നാക്കി വെച്ചിട്ടും കാര്യമില്ല. ഇതിന്റെ ഉള്ളില് മറ്റേ മസാല പിടിക്കുന്നില്ലല്ലോ. പുറമെ തോല് നമ്മള് കളയല്ലേ ചെയ്യണേ. തോല് ചാലിട്ട് കടിക്കുമ്പോഴുള്ള ടേസ്റ്റ്. അമ്മ കഴിച്ചോക്ക്. അപ്പൊ പഠിച്ചിട്ട് വരട്ടെ ഗൈസ്. അപ്പൊ സംഭവം കുഴപ്പമില്ല. ഐ ലൈക്ക് ഇറ്റ്. അത് ചേച്ചിക്കറിയില്ല. അപ്പൊ എന്താച്ചാ ഞണ്ടിന്റെ പകുതി മുക്കാലും പ്ലേറ്റിൽ തന്നെ ഉണ്ടാവും. ഇന്ത്യക്ക് ലാസ്റ്റ് ചണ്ടി മാത്രാവും. അപ്പൊ ശരി ഗൈസ്, സംഭവം എന്തായാലും ഫ്ലോപ്പ് ഒന്നും ആയില്ല. അതായിരുന്നു കാരണം അത് റോസ്റ്റ് ആണ്. അത് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് ഫ്രൈ ആണ്. കുഴപ്പമില്ല, ഫ്രൈഡ് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നൂറമോളം അന്ന് കൊടുത്തതിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ വേറെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ. മമ്മി ഉറങ്ങാൻ പോവാണ്. അച്ചുമണി എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്രാബ് കഴിച്ച എക്സ്പീരിയൻസ്? പറ. അത് നിങ്ങളുടെ പുത്രൻ ഇഹാൻഷ്യം. പിന്നെ ഇതോ പറ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് നൈസ്. സിരിക്കുളിച്ച് പറഞ്ഞാലോ പ്രോൺസിന്റെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് അങ്ങനെ തന്നെ. പക്ഷെ എന്താ അറിയോ ഗൈസ്, ഇവർക്ക് ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതിനെ കടിച്ച് പൊട്ടിക്കാനുള്ളൊരു പേടിയുണ്ട്. മൊത്തം വായിലിട്ട് ഇങ്ങോട്ട് ചവയ്ക്കുമ്പോ എവിടെയെങ്കിലും കുത്തി കയറുന്നൊരു പേടിയില്ല. അത് ആദ്യമൊക്കെ കഴിക്കുമ്പോ ഉണ്ടാവും. പിന്നെ നമുക്കത് കുത്തി ശീലാകുമ്പോ ചെറിയ ബ്ലർ ഉണ്ടല്ലോ ഇതില് ക്യാമറയില്. അലിയ പറയ് എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പക്ഷെ നേരത്തെ ഒരു പ്രശ്നമുണ്ട്. നല്ല എരിവുണ്ടായിരുന്നു. മൂക്കുന്നൊക്കെ വെള്ളം വരുന്നു. ശരിക്കും എരിവ് വേണം. ശരിക്കും ഞണ്ട് കള്ളു കുടിക്കുമ്പോ തിന്നണ സാധനം അറിയും. നാടൻ കള്ളും ഞണ്ടും. അപ്പൊ എരിവിലാണ് എല്ലാവരും ഗൈസ്. പക്ഷെ ഞാനിപ്പോ പിന്നെടുക്കാൻ കാരണം തരാം. നേരത്തെ കഴിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോ അത്ര നല്ല അഭിപ്രായം ഞാൻ പറഞ്ഞ എനിക്ക് തോന്നി. പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു ടേസ്റ്റ്, നല്ല രസമുണ്ടായിരുന്നു. കഴിച്ചപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി എണ്ണയിലൊക്കെ ഇട്ട് വറുത്തതല്ലേ. അപ്പൊ നമ്മള് മൊത്തം ചവയ്ക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവർക്കൊന്നും അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അടുത്ത ഇനിയൊരു രണ്ടോട്ട് കൂടിയൊക്കെ കഴിക്കും. അടുത്ത ട്രൈ ചിലപ്പോ കുറച്ചൊരു പ്രോ ആയിട്ട് കഴിക്കും. ഞാന് മസാലയുടെ ടേസ്റ്റ് ഇല്ലേ. പിന്നുണ്ടല്ലോ
അതിൻ്റെ ആ മറ്റേ പാർട്ടില്ലേ ഇങ്ങനത്തെ ബോഡി അതിങ്ങനെ ഇട്ട് മൊത്തം ചവയ്ക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇത് ചവയ്ക്കുമ്പോൾ ആ എണ്ണയും മസാലയൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ 2-3 ചവച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് സത്യത്തിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ല എരിവുള്ളതുകൊണ്ട് ആച്ചുമണി ഇവിടെ മുട്ടിരിക്കുകയാണ് ഡ്രീം കേക്ക് കഴിക്കാൻ. ടേസ്റ്റ് ചെയ്യുന്നിട്ട് പറ. ഭയങ്കര ഹൈപ്പാണല്ലോ നെസ്റ്റോല ഈ കേക്കിന്. ഞങ്ങൾ പറഞ്ഞുതരാം സത്യാവസ്ഥ. സത്യം മാത്രം പറയാം. ഞാൻ ഉണ്ടാക്കി തന്ന ഡ്രീം കേക്കിൻ്റെ അത്ര ഉണ്ടോ? ഇവര് കഴിഞ്ഞ കൊല്ലം നാട്ടിൽ വന്ന സമയത്ത് ഡ്രീം കേക്ക് ട്രെൻഡിങ് ആയിരുന്നു. ഞാൻ നോക്കട്ടെ. ഇതേ ഇതിലെവിടെ കേക്ക് ക്രീം മാത്രമേ കാണാറുള്ളൂ. ക്രീമാണ് കുറച്ച് തിക്ക് ലെയർ. കൊള്ളാം. അതന്നെയാണ് ഞാനും പറഞ്ഞത്. കളിയെ കഴിച്ചു നോക്കിയത് ടേസ്റ്റ് ഉണ്ടോ? ഏതാ ഫ്ലേവർ? ഇതിപ്പോ പറഞ്ഞല്ലേ പറഞ്ഞു കഴിഞ്ഞാല് വേണ്ട വേണ്ട ഒരു ഭംഗിയിലൊക്കെ കുത്ത്. ശരിക്കും ഇപ്പൊ ഇതില് ക്രീം ചോക്ലേറ്റ് ആ സാധനങ്ങളൊക്കെ ഓൾറെഡി കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ടേസ്റ്റ് അല്ലാണ്ട് ഇപ്പൊ നെസ്റ്റോല കേക്ക് ഭയങ്കര എന്ന് പറയാൻ അങ്ങനത്തെ ടൈപ്പൊന്നുമില്ല. അതിലൊക്കെ അടിപൊളി ചീസ് കേക്ക് നമുക്ക് കിട്ടും. ഞാനൊരു ചീസ് കേക്ക് ഫാനാണ് എന്നും പണ്ടും. ഈ 3 ലെയറാണ് അതിലുള്ളത്. അപ്പൊ അത് സാധാരണ അല്ല. തള്ള വന്നു ടേസ്റ്റ് ചെയ്യാൻ. ഇത് രഹാന ലൈറ്റ് ആണ് ടേസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിൽ. നല്ല ഞാൻ ഉണ്ടാക്കിയ ഡ്രീം കേക്കിന് എത്ര പോരാ അല്ലേ? ഓവർ ആക്ടിങ് തള്ള. അപ്പൊ അങ്ങനെ ഒക്കെയാണ് പറഞ്ഞത്. പകുതിയായി പെട്ടെന്ന് കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടാ. ഇതിന്റെ അത്ര തന്നെ ലുക്ക് ഉണ്ടായിരുന്നില്ല. ലേയേഴ്സിന് ഇത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നല്ല റിച്ച് ആയിട്ട് സാധനം അല്ലേ മുത്തേ? പറ സമ്മതിച്ചതാ അല്ലേ? അല്ലേ നമ്മള് വീട്ടിലുണ്ടാക്കല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ കോരി അങ്ങ് ഇടാലോ ചോക്ലേറ്റ് ഒക്കെ. അപ്പൊ ഈ കുട്ടി പാത്രം കഴുകാൻ പോയ ഗ്യാപ്പിൽ നമ്മളിത് പകുതി ആക്കി. കാരണം ഉച്ചക്ക് ഞാനാണ് പാത്രം കഴുകിയത്. അതുകൊണ്ട് ശരി. അപ്പൊ എരുവിന്റെ മൂക്കൂടെ കഴിക്കുമ്പോ ഒരു വൈബുണ്ട്. അപ്പൊ ശരി, ഇതൊക്കെ ഒന്ന് ദഹിച്ചിട്ട് നമ്മൾ ഉറങ്ങും. ഓക്കെ ബൈ.